ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വളരെ ബിസി ആയിരുന്നു. ഞങ്ങളുടെ ചർച്ച് എബനേസർ മാർത്തോമ്മ ചർച്ച് പേരൂർക്കട സ്ഥാപിതമായിട്ട് 50 വർഷമായി. അതിൻ്റെ ഒരു വർഷം നീണ്ടു നിന്ന പരിപാടികൾക്ക്, പദ്ധതികൾക്ക്, പല പ്രൊജക്റ്റുകളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സമാപന ദിവസം ഇന്നലെയായിരുന്നു. വൈകിട്ട് 4 മുതൽ 6 മണിക്കൊന്നും തീർന്നില്ല, 6 വരെ ആയിരുന്നു അതിൻ്റെ സമയം. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ചിട്ട് ഞങ്ങളൊരു 3 മണിയായപ്പോഴേ പോയി. വളരെ വലിയ ആൾത്തിരക്കാണ്. പല വിശിഷ്ടാദികളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ തിയോഡോഷ്യസ് തിരുമേനി, അടുത്തത് നമ്മുടെ മലങ്കര കാതോലിക്ക സഭയുടെ മേലധ്യക്ഷൻ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള അഭിവന്യ ക്ലിമ്മീസ് തിരുമേനി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നമ്മുടെ ഭക്ഷ്യമന്ത്രി ശ്രീ അനിൽ സാർ, പിന്നെ ഈ ചർച്ച ഇരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണ്. അവിടുത്തെ MLA അഡ്വക്കേറ്റ് പ്രശാന്ത് MLA. ഇങ്ങനെ ഇവരൊക്കെയായിരുന്നു വിശിഷ്ടാതിഥികൾ. ഇവരെല്ലാം ഇതിൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രം വന്നില്ല. കാരണം ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവിടെ എല്ലായിടത്തും വലിയ ഇതൊക്കെ ആയിരുന്നല്ലോ, പ്രശ്നമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് മാത്രം വരാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാവരും സമയത്ത് തന്നെ വന്നു. ഒരു 50 വർഷമായിട്ട് ഈ ചർച്ചിലെ ആരാധനകൾ, പിന്നെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതായ സാമൂഹ്യ സേവനങ്ങൾ, പല പല പ്രൊജക്റ്റുകൾ, ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അതൊക്കെയും സംസാരിച്ചു. ഞങ്ങളൊക്കെ അതിനകത്ത് സന്നിഹിതരായിരുന്നു. വലിയൊരു ജനാവലി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ചർച്ചിനും മിഷൻ ഫീൽഡുകളുണ്ട്. ഞങ്ങൾക്കിവിടെ ഹാർബിപുരം തൊട്ടടുക്ക തന്നെയാണ്. പേരൂർക്കടയ്ക്ക് അല്പം മാറിയ AKG നഗറിലെ ഹാർബിപുരം, അവിടെ ഒരു കൊച്ചുപള്ളിയുണ്ട്. അതേപോലെ ഇച്ചിരി തിരുവനന്തപുരത്ത് ഡിസ്ട്രിക്റ്റിനകത്ത് തന്നെ ഇച്ചിരി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ പള്ളികൾ വെച്ച് കൊടുത്ത്, അതിലൊക്കെ നേരത്തെ ഒരു ക്രിസ്ത്യാനികളായിട്ട് ചെറിയ ഷെഡൊക്കെ വെച്ച് ആരാധന നടത്തുന്ന അവർക്കൊക്കെ ഒരു കുറച്ചുകൂടെ നല്ല ദേവാലയങ്ങളൊക്കെ, ചെറിയ ദേവാലയങ്ങൾ വെച്ച് കൊടുത്ത് അവിടുത്തെ ആരാധന. പിന്നെ കാട്ടാക്കട ഒരു വയോജന മന്ദിരമുണ്ട്. അവിടെ 10-25 സ്ത്രീകൾ, അഗതികളായിട്ടുള്ള സ്ത്രീകൾ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്നേഹതീരം എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. അത് മഞ്ഞാലുമൂട്, തമിഴ്നാട്ടിൽ നിന്ന് കുഴിത്തറ, ആ ബോർഡറിലാണ്. അവിടെയും ഈ എയ്ഡ്സ് രോഗികൾ, അവരുടെ കുടുംബത്തിന് വേണ്ടിയതായ സാമ്പത്തിക സഹായം, മരുന്ന്, ബാക്കിയൊക്കെ ചേർത്ത് അവരെ അവിടെ താമസിപ്പിക്കുന്നു. അവർക്ക് ബാക്കി വീട്ടിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ പാലിയേറ്റീവ് കെയർ എന്നൊരു യൂണിറ്റ് ഉണ്ട്. അത് ഈ ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ചികിത്സയില്ല, അവരെ ആർക്കും വീട്ടിൽ ഉൾക്കൊള്ളാനുള്ള ഒരു സന്മനസ്സുമില്ല. അവരൊക്കെ ജസ്റ്റ് പ്രത്യേകം അവരെ സംരക്ഷിച്ച് പാട്ടും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് ആശ്വാസമായിട്ട് അവരെ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നവരെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് അങ്ങനെ ഒരു സംഘടനയുണ്ട്. പിന്നെ സേവ് എ ഹാർട്ട് സേവ് എ ഫാമിലി, അതായത് ഹാർട്ടിന് പ്രോബ്ലമുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയതായ ചികിത്സാ സഹായങ്ങൾ കൊടുത്തു അങ്ങനെ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ ബാഗ്, സ്കൂൾ പഠനോപകരണങ്ങൾ അതൊക്കെ കൊടുക്കുക. 8ാം ക്ലാസ് വരെ, 7-ാം ക്ലാസ് വരെ സൗജന്യമാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലുള്ളവർക്ക്, ആവശ്യമെന്നുള്ളവർക്ക്, അങ്ങനെ ഒരു സ്ഥലത്തൊരു ദേവാലയം എഴുതാൻ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ആ ചുറ്റുപാടും ആ ദേശത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഞങ്ങളുടെ ഈ ചർച്ചുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു. കൂടുതലും ഇവിടെ എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പ് വന്ന് താമസിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ സാദം ഹുസൈൻ ഓടിച്ചു വിട്ട കൂട്ടത്തിൽ ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. ഒക്കെ വലിയ സാമ്പത്തികമായ വലിയ ഉന്നത തലത്തിലൊന്നുമല്ല എങ്കിലും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെയും രീതിയിലുള്ള കൊണ്ട്. ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് വരുന്നതിന് ഒരു 30 വർഷമായി. ഒരു 20 ഇയേഴ്സിന് മുമ്പ് 1975-ലാണ് ഈ ചർച്ച് പണിതത്. അന്നത്തെ ആൾക്കാർ വളരെയേറെ സാമ്പത്തിക സഹായം ചെയ്താണ് ആ ചർച്ച ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആ സമയത്ത് വലിയ പള്ളി ആയതുകൊണ്ട് ഇപ്പോൾ 500 വീട്ടുകാരുണ്ട്. ഞങ്ങളൊക്കെ വരുമ്പോൾ 400 വീട്ടുകാരൊക്കെ ഉള്ളു, 400-425 ഉള്ളായിരുന്നു. അപ്പോൾ 2 വികാരിമാരുണ്ട്, മെയിൻ വികാരി, അസിസ്റ്റൻറ്റ് വികാരി. 2 പേരുടെയും താമസിക്കാനുള്ള പാഴ്സനേജ് എന്നാണ് പറയുന്നത്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലം അതും ഇതേപോലെ റെൻറ്റിനുള്ള വീടുകളായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് പള്ളിയോട് ചേർന്ന ഒരു മെയിൻ പാഴ്സനേജ് പണിതത്. അപ്പോൾ ഞങ്ങൾ ചർച്ചിന് വേണ്ടി ഒന്നും ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും പാഴ്സനേജിന് വേണ്ടി ഞങ്ങളല്ലാകുന്നതിനെ കോൺട്രിബ്യൂട്ട് ആ സമയത്തുള്ളവരെ എല്ലാവരും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അസിസ്റ്റൻറ്റ് വികാരിക്കും താമസിക്കാനായിട്ട് ഒരു പാഴ്സനേജ് എന്ന് പറയുന്നത് ഒരു വീട് വാങ്ങിച്ചു. അങ്ങനെ ഇതെല്ലാം ഇടവജനങ്ങളുടെ സാമ്പത്തികമായ അവരിൽ ഉള്ള കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും മനസ്സോടെ
മനസ്സോടെ മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൂടുതൽ വിതയ്ക്കുന്നവൻ കൂടുതൽ കൊയ്യുന്നു, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യുന്നു. നിർബന്ധത്താൽ ഒന്നും ചെയ്യരുത്, അവനവൻ്റെ മനസ്സിന് സന്തോഷമുള്ളതുപോലെയൊക്കെ ചെയ്യുക എന്നുള്ള ദൈവിക വാക്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളൊക്കെ ഓരോന്നും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ സാധുക്കളായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായത്തിന് വേണ്ടിയും തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയുള്ള തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാനും സ്ത്രീജന സഖ്യത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ ഞാനൊരു 60 വയസ്സ് വരെ 10-20 വർഷം ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ കുറച്ചുകൂടെ ഏജായി, 70 വയസ്സൊക്കെ ആയി. അതിനിപ്പം നല്ല യങ്സ്റ്റേഴ്സായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചുമതലയൊക്കെ നടത്തുന്നു. അങ്ങനെ 4 മുതൽ 6 വരെ ആയിക്കോട്ടും പ്രോഗ്രാമൊക്കെ ഇടയ്ക്ക് പാട്ട് പല എല്ലാവരുടെയും റിപ്പോർട്ട് വായിക്കുന്നത് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 7 മണിയായിപ്പോയി. എങ്കിലും എല്ലാവരും ക്ഷമയോടൊക്കെ ഇരുന്നു. തീരെ ക്ഷീണാവസ്ഥയുള്ളവർ മാത്രമേ നേരത്തെ ഇറങ്ങിയുള്ളൂ. പിന്നെ എല്ലാവർക്കും സാൻഡ്വിച്ചും സ്വീറ്റ്സും ഒക്കെ ചായയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7-7:30 അങ്ങനെ പുറത്തിലെത്തി. അങ്ങനെ ഇന്നലെ അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും ചെയ്തില്ല. ക്ഷീണവും കഴിഞ്ഞ് 2-3 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. ഞങ്ങൾ ചർച്ചിൽ എല്ലാപ്പോഴും അങ്ങനെ ക്ഷമയോടെ ഇരിക്കും. ആരും തീരെ വയ്യായെങ്കിൽ മാത്രമേ എഴുന്നേൽക്കത്തുള്ളെങ്കിൽ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇന്നലത്തെ ദിവസം മുഴുവനും ചർച്ചിൽ അവിടെ പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റാണ് ബാക്കി ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടത്തിയത്.